ഇന്ന് രാവിലെ നമ്മളെല്ലാവരും കേട്ട ഒരു വാർത്ത എന്താണെന്ന് വെച്ചാൽ കുന്നംകുളത്തിനടുത്തുള്ള പഴഞ്ഞി എന്ന് പറയുന്ന ഗ്രാമത്തിൽ നടന്ന ഒരു ദുരന്തം. അതായത് ഒരു കുടുംബത്തിലെ 4 പേരാണ് ജീവനൊടുക്കാൻ ശ്രമിച്ചത്. അതിൽ 2 പേരാണ് മരണപ്പെട്ടിരിക്കുന്നത്. ആദ്യം വന്ന വാർത്തകൾ എന്താണെന്ന് വെച്ചാൽ യുദ്ധം കാരണം അദ്ദേഹത്തിന്റെ ജോലി പോയി, അങ്ങനെ വളരെയധികം മാനസിക സമ്മർദ്ദത്തിലായിരുന്നു, സാമ്പത്തിക ബുദ്ധിമുട്ടിലായിരുന്നു. അങ്ങനെ അയാൾ നാട്ടിൽ വന്നു. ആ ഒരു വിഷമത്തിൽ കുടുംബത്തിലെ എല്ലാവരും ചേർന്നങ്ങ് ജീവൻ ഒടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനമെടുക്കുന്നു. ഏതായാലും സിബി എന്ന് പറയുന്ന 50 വയസ്സുകാരനും അയാളുടെ ഭാര്യ ബീന 42 വയസ്സ്, 18കാരനായ ആദിത്യൻ, പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20കാരിയായ അലീന എന്നീ 4 പേരാണ് ജീവൻ ഒടുക്കാൻ ശ്രമിച്ചത്. അതിൽ അലീനയും അതുപോലെ തന്നെ സിബിയും മരണപ്പെട്ടു. ഏതായാലും ഒരു പ്രവാസി അവിടെ നിന്നും വരുമ്പോൾ വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പിന്നീട് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ വേറെ എന്തോ ഒരു സംഭവമുണ്ട്. അതായത് ആ ചെറുക്കൻ തന്നെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സഹോദരിയാണ് ആദ്യം മരണപ്പെട്ടത്. അപ്പോൾ ആ വീട്ടിൽ കൃത്യമായിട്ട് വേറെ എന്തോ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. രാവിലെ 5:40 കൂടിയിട്ടാണ് കുന്നംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് ആദിത്യൻ എന്ന് പറയുന്ന ഈ 18 വയസ്സുകാരൻ വിളിക്കുന്നത്. സാർ, എത്രയും പെട്ടെന്നൊന്ന് ഇവിടെ വരണം, ഞങ്ങൾ ഇതുപോലെ ജീവൻ ഒടുക്കാൻ ശ്രമിച്ചു എന്നാണ് പറഞ്ഞത്. ASI മധുസാറാണ് കോൾ അറ്റൻഡ് ചെയ്തത്. അദ്ദേഹം ഒരു അലർച്ചയായിരുന്നു. പോലീസുകാരോട് പെട്ടെന്ന് പറഞ്ഞു ഇറങ്ങാൻ വേണ്ടി പറയുന്നു. അങ്ങനെ കുതിച്ചു പായുകയാണ് പഴഞ്ഞി എന്ന് പറയുന്ന ആ ഒരു ഗ്രാമത്തിലുള്ള വീട്ടിലേക്ക്. ഏതായാലും അപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധുസാർ നേരെ ആ പയ്യനെ വിളിച്ചു പറയുകയാണ്, അയൽവക്കത്തുള്ള ആരെങ്കിലും വിളിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ആ പയ്യൻ നേരെ അയൽവക്കത്തുള്ള ഒരു വ്യക്തിയുടെ മൊബൈൽ നമ്പർ, അയാളുടെ ഭാര്യയുടെ മൊബൈൽ നമ്പറിലേക്ക് വിളിക്കുകയാണ്. വിളിച്ച് കാര്യങ്ങൾ പറയുന്നു. അയാളും വേഗം പെട്ടെന്ന് തന്നെ വരുന്നു. പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ആശുപത്രിയിൽ എത്തിക്കുകയാണ്. അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദയനീയമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സഹോദരി മരിച്ചിരിക്കുന്നു, അതുപോലെ അച്ഛൻ മരിച്ചിരിക്കുന്നു, അമ്മയാണെങ്കിൽ മരിക്കാൻ വേണ്ടിയിട്ട്, അതായത് അവർക്ക് ജീവനുണ്ടോ എന്ന് ചോദിച്ചാൽ ജീവനുണ്ട്. അതുപോലെ ഈ ചെറുക്കനാണെങ്കിൽ അവന് ധൈര്യമില്ലാത്തത് കൊണ്ട് മാത്രം അവനൊന്നും ചെയ്തിട്ടില്ല. എന്നാലും ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട്. അതായത് ആ വീട്ടിൽ എന്താണ് സംഭവിച്ചത് എന്ന് ഇവർക്ക് ബോധം വന്നാൽ മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. അതൊക്കെ കൃത്യമായിട്ട് അന്വേഷണ പരിധിയിൽ തന്നെയാണ്. അതായത് ഇവരൊക്കെ പറയുന്നത് പോലെ ജോലി പോയി, അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു കേസ് വേറൊരു ദിശയിലേക്ക് പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഒരു പ്രവാസി പോലും ഇതുപോലെ ചിന്തിക്കേണ്ട ഒരു കാര്യവുമില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിബി എന്ന് പറയുന്ന മനുഷ്യന് 2 നില വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ വിവേകം കുറച്ചുകൂടി കൊടുത്തിട്ടില്ല എന്നാണ് ഞാൻ പറയത്തുള്ളൂ. അവിടെ വേറെ എന്തോ ഒരു സംഭവം, ഒരു ഗുരുതരമായ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അല്ലാതെ ഒരിക്കലും ഇതൊരു സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതോ അല്ലെങ്കിൽ ജോലി പോയതോ ഒന്നുമല്ല. അതൊക്കെ വെറും ഒരു മറ മാത്രമാണ്. ആ വീട്ടിൽ നടന്ന സംഭവം വേറെ എന്തോ ആണ്. അതൊരു വലിയ ദുരൂഹതയാണ്. ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഇവരുടെയൊക്കെ മൊബൈൽ ഫോണുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവരുടെ സാമ്പത്തിക ഇടപാടുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ കാരണം പിടികിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ പലപ്പോഴും എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള മരണങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ പിന്നീട് എന്ന് പറഞ്ഞാൽ ബന്ധുക്കൾ വരെ പറയും, ഇനി അന്വേഷിക്കേണ്ട, അപ്പം പോയത് പോയില്ലേ എന്ന് പറയും. അതാണ് നമ്മളെ ബന്ധുക്കൾ തന്നെ ഒരുപാട് പാരകളുണ്ട്. അതായത് ഇനി എന്തിനാണ് വെറുതെ അന്വേഷിച്ചിട്ട്, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ കണ്ടെത്തിയിട്ട് എന്ത് കാര്യമാണ്, പോയവരെ തിരിച്ചു കിട്ടുമോ എന്നൊക്കെ പറയുന്നത്. അതിന്ന് ഒരുപാട് പേര് അഭിമാനം ഓർത്തിട്ട്, അതായത് ജീവിച്ചിരിക്കുന്നവർക്ക് ജീവിച്ചിരിക്കണ്ടേ, മരിച്ചവരോ പോയി, ഇനി എന്തെങ്കിലും ഒരു അപമാന ഭാരത്താലാണ് അത് ചെയ്തതെങ്കിൽ അതൊരിക്കലും മറ്റുള്ളവരെ അറിയണ്ട എന്ന് വിചാരിക്കുന്ന ഒരുപാട് കുടുംബക്കാരുണ്ട്. ഉദാഹരണത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാർജയിൽ വെച്ചിട്ട് അമ്മയും കുഞ്ഞും മരണപ്പെട്ടത് നിങ്ങൾക്ക് അറിയാലോ. അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള കാരണം എന്താണെന്ന് ഇതുവരെ ഒരാൾ പോലും പറഞ്ഞിട്ടില്ല. അതുപോലെ നിരവധി സംഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഇതൊരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടോ അയാളുടെ ജോലി പോയത് കൊണ്ടോ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 മക്കൾ ഒരു 2 വർഷം കൂടി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ, അതായത് അയാളുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ മാറും. കുട്ടികളൊക്കെ ജോലിക്ക് കയറി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മാറും. പിന്നെ 50 വയസ്സല്ലേ, ആ മനുഷ്യന് 50 വയസ്സല്ലേ ഉള്ളൂ. ആ മനുഷ്യനും അത്യാവശ്യം എന്തെങ്കിലും ഒരു ജോലി കിട്ടാതിരിക്കുമോ? അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ കുടുംബത്തിൽ പറയാൻ കഴിയാത്ത എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് തന്നെയാണെന്നിരിക്കട്ടെ, ഒരു പ്രവാസി പോലും ഇതുപോലെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇതിന് മാത്രമേ സമയം കാണുള്ളൂ.
എന്താണെന്ന് വെച്ചാൽ മരിക്കാൻ വേണ്ടി മാത്രമേ സമയം കാണുകയുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ നാട്ടിൽ ഇന്ന് ജീവിക്കണമെങ്കിൽ ഒന്നുകിൽ സർക്കാർ ഉദ്യോഗം വേണം, ഇല്ലെങ്കിൽ ബിസിനസ്സുകാരനായിരിക്കണം, അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയേണ്ടത്, എന്തെങ്കിലും തരത്തിലുള്ള വലിയൊരു വരുമാനം എന്തെങ്കിലും വേണം, ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ കുറേ സ്വത്തും കാര്യങ്ങളും ഉണ്ടായിട്ട് പോലും നമുക്ക് മര്യാദയ്ക്ക് ജീവിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള ദുരിതത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് എന്നുള്ളത് എല്ലാവരും ഓർമ്മിക്കണം. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ലെവൽ എങ്ങനെയാണ്, ആ ഒരു ലെവല് തന്നെ നിങ്ങൾ കീപ്പ് ചെയ്യാൻ പാടില്ല. മക്കളോടായാലും ഭാര്യയോടായാലും എല്ലാം തുറന്നു പറയണം. ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ സാമ്പത്തിക സ്ഥിതി ചിലപ്പോഴും കുറഞ്ഞു പോയേക്കാം. അങ്ങനെ കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ജോലിയും നമ്മൾ ചെയ്യാൻ തയ്യാറായിരിക്കണം. നമ്മൾ ചിലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കഷ്ടത്തിലേക്ക് പോകും. അതൊക്കെ ആദ്യം പഠിപ്പിച്ച് ഫൈറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വീടും കെട്ടിയിട്ട് ചില ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യവും പുറത്തു മിണ്ടൂല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്കൊക്കെ നാണക്കേടാണ്. പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ എങ്ങനെയാണ് ഞങ്ങളെ കരുതുക, അയ്യോ ഞങ്ങളൊരു ദരിദ്രവാസി എന്ന് വിചാരിക്കില്ലേ. അതുകൊണ്ട് തന്നെ പല ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ സാമ്പത്തിക സ്ഥിതിയെ പറ്റിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളതിനെ പറ്റിയിട്ടോ ഒന്നും ആലോചിക്കുക, അതായത് അവരൊന്നും ചോദിക്കൂടിയില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീമമായ പിരിവിന് വന്നാൽ കൂടി ഇവരൊന്നും ഇവരുടെ സാമ്പത്തിക വ്യവസ്ഥയെ പറ്റി ഒന്നും പറയില്ല. അവർ കൃത്യമായിട്ട് ആ പൈസ കൊടുക്കും. കാരണം എന്താ, ഇല്ലെങ്കിൽ ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ പൊളിഞ്ഞു പോയി അല്ലെങ്കിൽ അവനൊന്നുമില്ല എന്നൊക്കെ വിചാരിക്കത്തില്ലേ എന്നുള്ള ഒരു വിഷമം കൊണ്ട് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഭീമമായ പിരിവുകൾ കൊടുക്കും. ഇന്നും പല പ്രവാസികളും അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. എന്ത് കാര്യമുണ്ടെങ്കിലും പെട്ടെന്ന് വന്ന് പ്രവാസികളല്ലേ അതുകൊണ്ട് ഒരു 5000 കൂടി 2000 കൂടി 3000 കൂടി ഇതാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ നാടിൻ്റെ ആവശ്യത്തിന് നിങ്ങളെക്കാട്ടിയും ഉണ്ടാക്കുന്നവൻ വരെ എന്ന് പറഞ്ഞാൽ ഇവിടെ 50 or 100 ആണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ചെയ്താൽ മതി. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പൈസ പിരിവ് കൊടുത്തുകൊണ്ടൊന്നും നിങ്ങൾക്ക് അവിടെ ഒരു വിലയും കിട്ടാൻ പോകുന്നില്ല. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി പഠിക്കുകയാണ് വേണ്ടത്. പല പ്രവാസികൾക്കും അത് കഴിയുന്നില്ല. കാരണം എന്താ, അവരൊക്കെ എന്ന് പറഞ്ഞാൽ നാട്ടിൽ വന്ന് 2 മാസം ആർഭാടം കാണിക്കും. പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു പോകുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെട്ടുതാലി വരെ ചിലപ്പോൾ പണയം പെടുത്തിയിട്ടായിരിക്കും വീണ്ടും പോകുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് ഈ കെട്ടുതാലി എടുക്കുന്നത്. അപ്പോഴേക്കും ആദ്യം പിന്നെയും നാട്ടിൽ വരാനാകും. അങ്ങനെയൊക്കെ ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട് പ്രവാസ ലോകത്തിൽ. അപ്പോൾ ഈ സിബി എന്ന് പറയുന്നയാളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ശമ്പളമൊക്കെ ഉള്ള ജോലിയായിരിക്കാം. അയാൾക്ക് തന്നെ അറിയാമായിരിക്കാം ജോലി പോകുമെന്ന്. കാരണം ഖത്തർ പോലെയുള്ള ഒരു രാജ്യത്ത് നിന്നും ഈ വേൾഡ് കപ്പിന് മുന്നേ അവിടെ ഒരുപാട് ജോലി സാധ്യതകളുണ്ട്. വേൾഡ് കപ്പ് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ജോലി സാധ്യതകൾ കുറവാണ്. ഒരുപാട് പേരെ പിരിച്ചുവിട്ടിട്ടുണ്ട്, ഒരുപാട് പേര് മറ്റു ജോലികളിലേക്ക് പോയിട്ടുണ്ട്. എന്തിനധികം പറയുന്നത്, അവിടെ എഞ്ചിനീയർ ആയിരുന്ന ആൾക്കാർ ഡ്രൈവിംഗ് ജോലിക്ക് വരെ പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തൊഴിൽ ക്ഷാമം തന്നെയാണ്. അതെന്തുകൊണ്ടാണ്, അന്ന് വേൾഡ് കപ്പ് വരുന്നത് കൊണ്ട് ഒരുപാട് പേരെ അങ്ങോട്ട് കൊണ്ടുപോയി. ആ തൊഴിലൊക്കെ തീർന്നതിന് ശേഷം പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തൊഴിൽ കൊടുക്കാനില്ല. അതുകൊണ്ട് തന്നെ പലരും പ്രതിസന്ധിയിലായി. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊന്നുമല്ല ഇതിൻ്റെ പുറകിൽ എന്ന് 100% ഞാൻ വിശ്വസിക്കുന്നു. ഇതിൻ്റെ പുറകിൽ വേറെ എന്തോ ഒരു സംഭവമുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കറ. അതായത് ആ കുടുംബത്തിൻ്റെ ഒരു മാനസികാവസ്ഥ, ഇദ്ദേഹം ആ ഒരു എന്താ പറയേണ്ട, ഒരു മരണം എന്ന് പറഞ്ഞാൽ അത്ര ഭയങ്കരമായിട്ടുള്ള ഭീകരമായ ഒരു അവസ്ഥയാണ്. അവിടെ രാവിലെ കയറി ചെല്ലുമ്പോൾ ആ അയൽവാസി പറയുന്നത് അയാൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിക്കാൻ കഴിയുന്നില്ല. അത്രത്തോളം ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ആ പ്രവാസിയുടെ വീട്ടിലുണ്ടായിരുന്നത് എന്നാണ് അയൽവാസികളും നാട്ടുകാരെല്ലാവരും പറയുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.